ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ചെറിയ സ്റ്റേറ്റ് ആണ് ചൈനയുടെ ബോർഡറിൽ കിടക്കുന്ന അരുണാചൽ പ്രദേശ്. നിങ്ങൾ കേട്ട് കാണും അരുണാചൽ ചൈനയുടെ ആണെന്ന് പറയുന്നത് ഇന്ത്യയുടെയാണ് ബേസിക്കലി. മറ്റേ ദലൈലാമയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് പറയുന്നത് അത് ചൈനയാണ്, അതാണ് ഇത് അണ്ണമാടയാണ് കോണയാണ് പഴയ പാസ്പോർട്ടിന്റെ ഇഷ്യൂ ഒക്കെ കയറി വച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ രീതിയിൽ ആന്റി കൺവേർഷൻ, അതായത് കൺവേർട്ട് ചെയ്യരുത് വലിയ നിയമം നിലനിന്ന ഒരു സ്റ്റേറ്റ് കൂടിയായിരുന്നു ഈ പറയുന്ന അരുണാചൽ പ്രദേശ്. നേരത്തെ കണക്കെടുത്ത് നോക്കാം, അവിടെ 1% താഴെയായിരുന്നു 1970-ലെയൊക്കെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അത്ര സ്ട്രിക്റ്റ് റൂൾസ് ആയിരുന്നു. 2011 നിങ്ങൾ സെൻസസ് എടുത്ത് നോക്ക്, ഏകദേശം 45% അവിടെയുള്ള ആളുകൾ ബുദ്ധിസ്റ്റുകളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും അവർ കൺവേർട്ട് ചെയ്തു. അത് ഒഫീഷ്യലിയാ പറയുന്നേ. അപ്പൊ ഇത്രയും വലിയ നിയമം, എത്രയോ ആൾക്കാർ, എത്രയോ മലയാളികളായ പല കാത്തലിക്സ് അച്ഛന്മാരെയും പിന്നീട് അച്ഛന്മാരെ അവിടുന്ന് ബിഷപ്പിനെയൊക്കെ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആന്റി കൺവേർഷൻ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചതിന്റെ പേരിലൊക്കെ. ഇവിടെ ശരിക്കും കാത്തലിക്സും ഉണ്ട്, കാത്തലിക്സിനാണ് ഇവിടെ ഭൂരിപക്ഷം. പിന്നെ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ ഈ പറയുന്ന പെന്റക്കോസ്റ്റും ഉണ്ട്. അപ്പൊ അവിടെ ഈ രണ്ടിന്റെ ബോർഡറിലുള്ള സ്ഥലത്ത് ഈ പറയുന്ന 71 മുതൽ 2021 വരെ 40% കൺവേർഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും 2021 എടുത്തില്ല, ഇപ്പോഴത്തെ സർവേ എടുത്തു കഴിഞ്ഞാൽ അത് 60% മേളിൽ പോയി. നിങ്ങൾ ഈ മണിപ്പൂരിലെ നേരത്തെ, അതേപോലെ സിക്കിം, ഇവിടൊക്കെ എത്ര ആയിരുന്നു ക്രിസ്ത്യൻ പോപ്പുലേഷൻ? നേരത്തെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് കണക്കില്. പിന്നീട് ഇപ്പൊ എടുത്തു മാസീവായിട്ടായി. ഒറീസയില് ഈ ഗവൺമെന്റ് കണക്കനുസരിച്ച് 2.77 ഉള്ളൂ അവിടെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ. പക്ഷെ അവിടുത്തെ 5ഓളം ട്രൈബൽ ജില്ലകള്, അതിനകത്ത് മെജോറിറ്റി എന്ന് പറയുന്നത് കൺവേർട്ടഡ് ട്രൈബൽ ക്രിസ്ത്യന്. യഥാർത്ഥ കണക്ക് വേറെ ഒന്ന്. അതാ ഞാൻ ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്.